ചെറിയ മത്തിയാണെന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. നമുക്ക് അച്ചാറിടാനായിട്ട് ആണ് നോക്കണം. അപ്പോൾ എല്ലാം നല്ലോണം ചെതുമ്പലൊക്കെ കളഞ്ഞ് വെള്ളത്തിട്ട് കുതിർക്കണം, എന്നാലേ ചെതുമ്പൽ പിടിയിൽ പോകുള്ളൂ. കാന്താരി ഇടുന്നത് നല്ലതാണ്. അപ്പം ഇതിപ്പോൾ ഞങ്ങൾക്ക് വെള്ള കാന്താരിയാണുള്ളത്. അപ്പം മറ്റേ ചെറിയ കാന്താരിയാണെങ്കിലും നല്ലതാണ്. ഇതിന് മുന്നേ ബാക്കി പച്ചവളവും കൂടെ ചേർക്കാമെന്ന് വെച്ചാണ്. കുറച്ച് ഇഞ്ചി നമുക്കിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇഞ്ചി നമ്മൾ മാന്തി വെച്ചിട്ട് ഇപ്പം ഞങ്ങൾ നട്ടുപിടിപ്പിച്ചതാണ്. അപ്പോൾ അതിന്മേൽ നിന്ന് നമുക്ക് വേപ്പില കുറച്ചെടുക്കാം. 1.5 കിലോ മത്തി ഉണ്ടായിരുന്നു നമ്മൾ മേടിച്ചത്. അത് നമ്മൾ വൃത്തിയായിട്ട് വെട്ടി കഴുകി എടുത്തിട്ട് 2ആയിട്ട് അത് മുറിച്ചിടണം. നമ്മൾ അതിനകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കിയത് അതിടണം. 6 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1.5 സ്പൂണ് ഉപ്പ് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് നമുക്ക് ഗരം മസാല ഞങ്ങൾ തന്നെ ഉണ്ടാക്കി പൊടിച്ചതാണിത്. ഒരു 1.5 സ്പൂണ് കുരുമുളക് പൊടി ഇടണം. ഇതെല്ലാം നല്ലോണം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇത് തിരുമ്മി നമുക്കെല്ലാം കൂടെ പെരട്ടി വെക്കണം. 15 മിനിറ്റ് നേരം അതിങ്ങനെ പെരട്ടി എല്ലാം കൂടെ പിടിക്കാനായിട്ട് നമ്മൾ പെരട്ടി വറുക്കാനുള്ള മീനിങ്ങനെ വയ്ക്കണം. അത് വറുക്കേണ്ട പാത്രത്തിൽ നമ്മൾ എണ്ണ അങ്ങോട്ട് ഒഴിക്കണം. മീൻ കഴിച്ച് നമുക്ക് നല്ലോണം ചൂടായിട്ട് കഴിയുമ്പോൾ അങ്ങോട്ട് എടുത്തിട്ട് വറുത്ത് കഴിയുമ്പോൾ നമ്മളിത് കോരി വയ്ക്കണം. കുറച്ച് കടുക്, ആദ്യമേ കടുകിട്ട് അത് കഴിയുമ്പോൾ നമ്മളൊരിത്തിരി നല്ല ജീരകം ഇട്ട് അത് പച്ചമുളക് നമ്മൾ അത് ഇളക്കി കൊടുക്കണം. സാധനം നമ്മൾ അന്നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ആ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ബാക്കി അങ്ങോട്ടിട്ട് ഇളക്കണം. മുളക് പൊടി ഇടാം. നമുക്ക് ഈ ഉലുവാപ്പൊടി ഇടണം. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ഉലുവാപ്പൊടി, വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയാണ്. അത് 1 സ്പൂൺ ഇട്ടാൽ മതി, ഒത്തിരിയൊന്നും വേണ്ട. ഒരു സ്പൂണ്, ഒരു 1.5 സ്പൂണ് കുരുമുളക് പൊടി. നമ്മൾ നേരത്തെ മീനിനകത്ത് പെരട്ടിയാണ് നമ്മൾ പറിച്ച്. ഉപ്പിടണം. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് നമുക്കറിയാലോ. മറ്റേ മീനിനകത്ത് വറുത്തപ്പോൾ നമ്മൾ ഉപ്പ് പെരട്ടിയാണ് വറുത്തത്. ഇനിയിപ്പോൾ ഇതിനാണ് നമ്മൾ ഈ മസാലയ്ക്കാണ് ചേർക്കേണ്ടത്. ഇതിൻ്റെ അരപ്പിനാണ് നമ്മൾ ഉപ്പിടേണ്ടത്. 1 സ്പൂൺ കായപ്പൊടി ഇടണം. വറുത്ത് വച്ചിരുന്ന മീൻ നമ്മൾ അതിനകത്തേക്ക്